കോഴിക്കോട് തിരുവമ്പാടിയിലെ അനധികൃത കെട്ടിടം പൊളിച്ചു നീക്കാൻ ഒടുവിൽ പഞ്ചായത്തിന്റെ തീരുമാനം. ബീവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന കെട്ടിടം പൊളിച്ചു നീക്കാനാണ് ഉത്തരവ്. അതേസമയം പൊളിച്ചു നീക്കാനുള്ള തീരുമാനം വൈകിപ്പിച്ചതിന് പിന്നിൽ ഒത്തുകളിയെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. കെട്ടിട നമ്പറോ നിർമ്മാണാനുമതിയോ ഇല്ലാതെയാണ് കെട്ടിടം നിർമ്മിച്ചത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. മാർച്ച് 28-ന് നേരത്തെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. വാണിജ്യ വ്യാപാര ലൈസൻസ് പോലുമില്ലാതെയാണ് ഉടമകൾ വാണിജ്യ സ്ഥാപനം നടത്തുന്നതെന്നും കണ്ടെത്തിയിരുന്നു. കെട്ടിടം അടച്ചുപൂട്ടാനും 15 ദിവസത്തിനകം പൊളിച്ചു നീക്കാനുമാണ് ഉത്തരവിൽ പറയുന്നത്. അതേസമയം തന്റെ പരാതിയിൽ കോടതി ഉത്തരവുണ്ടായിരുന്നിട്ടും അന്ന് നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിരുന്നില്ലെന്നാണ് വിവരാവകാശ പ്രവർത്തനായ സെയ്ദ് അലവി പറയുന്നത്. 2023 ഫെബ്രുവരിയിൽ തന്നെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 28/3/2023 അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും കെട്ടിടം പൊളിച്ചു നീക്കാൻ വേണ്ട നടപടിയും സ്വീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആ നടപടി നോട്ടീസ് സ്വീകരിച്ചതിന് ശേഷം ഒരു തുടർ നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരുന്നതിനെ തുടർന്ന് കെട്ടിട ഉടമ വീണ്ടും തുടർന്നും നിയമലംഘനം നടത്തി കെട്ടിടം പൂർത്തീകരിക്കുകയും ചെയ്തു. കെട്ടിട ഉടമകളിൽ നിന്ന് പണം വാങ്ങിയോ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് പഞ്ചായത്ത് സെക്രട്ടറി നിയമം നടപ്പിലാക്കുന്നത് വൈകിപ്പിച്ചതെന്നാണ് ആരോപണം. 10 ദിവസത്തിനകം കെട്ടിട ഉടമകളോട് ഹാജരാവണമെന്നും അല്ലാത്തപക്ഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ജനം, കോഴിക്കോട്.